അടിപൊളി. സൂപ്പർ. കരഞ്ഞില്ല, കരഞ്ഞൊന്നുമില്ല. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. തകർത്തോ? തകർത്തു. കരഞ്ഞോ? ഇമോഷണലായോ? ബാക്കിലുള്ള ആള് കരഞ്ഞ്. ഒരു കോമൺ മാൻ ഒരു ഫാമിലിക്ക് വേണ്ടി എത്ര ദൂരം പോകുന്നുള്ളതാണ് പടത്തിന്റെ സ്റ്റോറി. ലാലേട്ടൻ പറയണു ഇത്രയും അടിപൊളിയായിട്ട് അടുത്ത കാലത്തൊന്നും കണ്ടില്ല. നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട് അവിടെ. കൊള്ളാം. വില്ലാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ലാലേട്ടൻ കഴിഞ്ഞ കൊള്ളാം. അവിടെ നല്ല പടം. അതെ അതെ അതെ, നല്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തോ അതാരാണ് ബില്ലെന്ന് ഭൂതാണ് അപാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും മോഹൻലാലിനെക്കാളും കളക്ട് അയാളാണ് വില്ലൻ ക്യാരക്ടർ എന്നാണ്. എന്തോ തീർച്ചയായിട്ടും പഴയ മോഹൻലാൽ തിരിച്ചു വന്നു. വളരെ സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണ്. മോഹൻലാലും കൊള്ളാം, വില്ലനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ. അടിപൊളി. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നവരെയുണ്ട്. അതെ അതെ, അടിപൊളി. സൂപ്പറായി. അടിപൊളി. പഴയ ഒടിയനും കഴിഞ്ഞു വന്ന ലാലേട്ടനൊക്കെ ഇപ്പൊ നമ്മുടെ പഴയ ലാലേട്ടൻ. എനിക്ക് ശരിക്കും ഇതാ ഇഷ്ടമായത്. കുറച്ച് ഫാമിലി ടച്ചിങ് ഉള്ള ഫിലിമാണ്. പിന്നെ ശരിക്കും പഴയ ലാലേട്ടനെ കാണാൻ പറ്റി. പടം നല്ലതായിരുന്നു. ട്വിസ്റ്റ് ഒക്കെ കുറച്ച് സസ്പെൻസ് ത്രില്ലറാണെന്ന് അറിഞ്ഞെങ്കിൽ പോലും പക്ഷെ ശരിക്കും നമ്മളെ എന്താ ത്രില്ലർ അറിയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊക്കെ മേലെയായിരുന്നു പടം. ലാലേട്ടൻ പെർഫോമൻസ് എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ആദ്യത്തെ ഒരു കാലത്ത് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ലാലേട്ടന്റെ തിരിച്ചുവരവെന്ന ലെവലിൽ എല്ലാം ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടും